we guys are so happy because we are going to eat mandi. Yeah, boy. No money, no problem. No money, money is not a problem. It's mandi time. Yeah, boy. പിടിയടാ ഞാൻ വില വണ്ടി ഓടിക്കാം. അയ്യോ Money was not the problem. മിക്കവാറും ഒരു കാര്യം പറയട്ടെ, ചിരിച്ചിരിച്ച് പോയി പോലീസ് നമുക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതില് അയ്യോ ഹെൽമെറ്റ് കയ്യിലെ പൈസ കുഴപ്പമില്ല, ട്രാൻസിഷൻ ഉപയോഗിക്കാം. ആ തുമ്മിയതില്ല, ട്രാൻസിഷൻ ഉപയോഗിക്കാം. പിന്നെ ഗൈസ്, തൊടുപുഴയിൽ ഞങ്ങൾക്കറിയാത്ത ലൊടുക്ക് വഴികളില്ല, കുറുക്ക് വഴികളില്ല, മെയിൻ റോഡും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നീന്തി കിടക്കും, സ്വാഭാവികം. നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ നിങ്ങൾ കേട്ടോ. ഷർട്ടോ ഷർട്ട് എടുക്കണം നിനക്കാ, പിന്നെ എനിക്ക് വന്ന്. അങ്ങനെ നമ്മൾ കൈഫാനിലെത്തി, മന്തി കഴിക്കുന്നു. പിന്നെ മയണൈസും കൂട്ടി, നല്ല ചിക്കൻ പീസൊക്കെ കൂട്ടി, നല്ല സ്ഥലത്തെയൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കറക്കി കുറച്ച് പെപ്സി എടുത്തിട്ട് ആദ്യം ഇങ്ങനെ വായിലിടും. അപ്പോൾ ഒരു കത്ത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഓർഗാസ്മിക്. അങ്ങനെ മന്തിയും കഴിച്ച് മന്തി വെച്ചാലുള്ള പ്രശ്നം ഇതാണ്, പിന്നെ ആൾക്കാർ തീർന്നു പോകും. നിങ്ങൾ മയക്കുവടി കൊടുത്ത യുദ്ധത്തിനൊന്നും പോകണ്ട, ഒരു വട്ടം വീടുവാണ് ശരിയാട്ടോ. ആനക്കൊക്കെ മയക്കുവടി എടുക്കുന്നതിന് പകരം മന്തി കൊടുത്താൽ എനിക്കുന്നത് എന്നേക്കൊണ്ട് ആരുടെ അയ്യോ. അങ്ങനെ മന്തി കഴിച്ചിട്ട് ഇറങ്ങി. തൊഴിലക്കാരുടെ അല്ലെങ്കിൽ തൊഴിൽ വരുന്നൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മന്തി കഴിക്കാൻ കൈഫാനിലേ വരാവുള്ളൂ. അതെ, പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. അതെ അവിടെ പേ ചെയ്തിട്ടാണ് കഴിച്ചത്. അതെ നമ്മുടെ വണ്ടി മങ്ങാട്ടുകവലയിലുള്ള കൈഫാൻ കുഴിമന്തി തന്നെ വരണം. കാരണം ഇവിടെ ഇഷ്ടംപോലെ മന്തിക്കട ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെവിടെ വരാറുള്ളൂ? കൈഫാൻ. കഴിഞ്ഞ ദിവസം മന്തി വേറൊരു പോയി കഴിച്ചിട്ട് കത്തിച്ചോർക്കുന്ന അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കാശ് കൊടുത്ത് തിന്നിട്ട് അത് 10 രൂപയ്ക്ക് കൊള്ളത്തില്ലാതിരിക്കണത്. സത്യമായിട്ടോ. നമുക്കിപ്പോൾ വേണേൽ ബ്ലോഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, കാരണം അവിടെ സാഹചര്യം അത്ര സെറ്റപ്പ് അല്ല. ഓക്കെ വിളിക്കാം. ബൈ. ഹലോ ഗൈസ്, വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. 1000 അങ്ങനെ നമ്മൾ പിങ്കിയുടെ അടുത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. പിങ്കി. അങ്ങനെ ആ ചേട്ടൻ കേട്ടു പണിയില്ല. ഹലോ, അവനിട്ട് പണിയില്ല, ഇനി അവന്റെ പേര് പിങ്കിനെ കാണാൻ വേണ്ടി വന്നതിന്റെ കൂട്ടത്തിൽ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. നമ്മൾ ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. മണോടാ കാർഡ്ബോർഡിക്ക്, എന്റെ ബോഡിക്ക് ഇതിന് മണമുണ്ട്, നല്ല മണം. ഞാൻ സെൻസർ ചെയ്യല്ലോ കേട്ടോ. നമ്മൾ മേടിക്കാൻ വന്ന സാധനം കൈ സാറ്റ് ചെയ്തൊക്കെ വെറുതെ പോയി, വില പോയി. പിന്നെ നാക്കിന് കൺട്രോൾ ഞാൻ പണ്ടോട്ടേ പറഞ്ഞിട്ടുള്ള ഇതാണ് സാൻഡിസ്കിന്റെ 256 GB. ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ നവംബറിൽ എവറസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കുറച്ച് ഫുട്ടേജും കാര്യങ്ങളും എല്ലാം പോയതിൽ ഒരാൾ കോട്ടയത്ത് വീടുണ്ട്, പുള്ളിക്ക് അതെല്ലാം തമ്പിച്ചേട്ടൻ, നമ്മുടെ സ്വന്തം തമ്പിച്ചേട്ടൻ. ഇപ്പം തമ്പിച്ചേട്ടൻ ഇതെല്ലാം കോപ്പി ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മേടിച്ചതാണ് ഈ പെൻ ഡ്രൈവ്. റോ ഫുട്ടേജ് കോപ്പി ചെയ്ത് കൊടുക്കാമോ ചോദിച്ചു. ഇവൻ ചെയ്യുന്നില്ല, ഇവൻ മടി പിടിച്ച് കിടക്കുക. ഇത് കട്ട് ചെയ്യണുള്ളൂ. ഒരു പ്രാവശ്യം കൊടുത്തതല്ലേ? അല്ല, ഒരു പ്രാവശ്യം ഒരു പെൻ ഡ്രൈവ് കൊടുത്തതല്ലേ? അത് വേറെ, അത് കാശ് പോണ ശരിയാ. ഇതെല്ലാം നമ്മൾ തിരിച്ചു വെച്ചിട്ട് ഇനിയിപ്പം ഇവിടുന്ന് നേരെ ജോയെല്ലാം കൊണ്ടുപോയി സ്റ്റാൻഡിൽ ചാടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കലങ്കാരയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കോലാനി നീ ഉറങ്ങി വീഴില്ലേ? ഉറപ്പായിട്ട് മന്തി കഴിച്ചിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പാണ്ടോറയിൽ പോയി ഷൂട്ടും എടുത്ത് അവിടുന്ന് എനിക്ക് തന്നെ ഫോണിന്റെ ചാർജറും എടുത്ത് വീട്ടിൽ ചെന്ന് കോപ്പി ചെയ്തിട്ട് തമ്പിച്ചേന് ഇത് കൊണ്ട് കൊടുക്കണം. ദിസ് ഇസ് കോൾഡ് പ്രൈം ടൈം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എത്തുന്നു. കാരണം കോപ്പി 256 GB അതിനകത്ത് കോപ്പി ചെയ്യാനായിട്ട് എന്നാ വെച്ചാൽ എത്ര മണിക്കൂർ എടുക്കൂടാ? 2 മണിക്കൂർ സമയം എടുക്കാൻ ചാൻസ് ഇല്ലേ? എന്റെ പിന്നെ iMac 77 ആയതുകൊണ്ട് പെട്ടെന്ന് കോപ്പി ആവും. ഇവന്റെ പകുതി വെച്ചിട്ട് വെള്ളേക്ക് നോക്കിയോട്ടെ, ഇപ്പൊ ഭയങ്കര ഉറക്കത്തിലാണ്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതല്ലേ ഇന്നലെ നീ ഉറങ്ങാതെ എന്നായിരുന്നു പരിപാടി? എന്റെ കണ്ണുണ്ടല്ലോ, അവന്റെ കണ്ണ് ബെഡൊന്നും അങ്ങനെ പോരാ. പിന്നെ 3 മണിയായപ്പോ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ ഒരു കിടിലൻ അല്ലേ, ഒരു കിടിലൻ വീഡിയോ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഈ ടീഷർട്ടിന്റെ കഥ. ഫ്ലാഷ് ബാക്ക്. നോക്ക്
നീ എന്തിനാ റെക്കോർഡ് ഓഫ് ആക്കി? പ്രോപ്പർ ചൂടാവൂടാവേ. ഈടാ ഗോപ്രോ ചൂടായതുകൊണ്ട് ഗോപ്രോ ഓഫ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ചൂടാവുന്ന നീ കാണും. ദോശ ചൂടുമ്പോ ആരെങ്കിലും ദോശക്കല്ല് ചൂടാന്ന് പറഞ്ഞ ദോശ ചുടല് നിർത്തിയിട്ട് കണ്ണാടി ഗ്ലാസ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാണ്. കാരണം ജോയലിന് അവന്റെ കുറച്ച് വർക്കുകൾ തീർക്കാനുണ്ട്.